ഒരു രക്ഷകർത്താവിൻ്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടിയെ ഒരു നല്ല മനുഷ്യനായി, ഒരു നല്ല വ്യക്തിയായി വളരുവാൻ സഹായിക്കുക. കുട്ടിയുടെ മാനസികവും സാമൂഹികവുമായ പൂർണ്ണ വികസനം സുഗമമാക്കുക. കുട്ടിയുടെ കഴിവും കഴിവുകേടും മനസ്സിലാക്കി പരിപോഷിപ്പിക്കേണ്ടവയെ പരിപോഷിപ്പിക്കുവാൻ കുട്ടിയെ സഹായിക്കുക. സ്വതന്ത്ര ജീവിതത്തിന് കുട്ടിയെ പ്രാപ്തനാക്കുക. വൈകാരികമായ ബന്ധം സ്ഥാപിക്കാൻ കുട്ടിയെ പരിശീലിപ്പിക്കുക. കുട്ടിക്ക് ആവശ്യമായ ലൈഫ് സ്കിൽ അഥവാ ജീവിത നിപുണതകൾ വളർത്താൻ സാഹചര്യമൊരുക്കുക. രക്ഷിതാക്കൾ വിവിധ തരത്തിലുള്ള പേരൻറ്റിംഗ് രീതികൾ അനുവർത്തിക്കുന്നുണ്ട്. ഒന്ന്, ചോദനാത്മക രക്ഷകർത്തൃത്വം അഥവാ ഇൻസ്റ്റിൻറ്റീവ് പേരൻറ്റിംഗ്. അതായത് നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മളെ വളർത്തിയതുപോലെ നമ്മളും കുട്ടികളെ വളർത്തുന്നു. ആ രീതിക്കാണ് ഇൻസ്റ്റിങ്ക്റ്റീവ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ട്, ബന്ധാധിഷ്ഠിത രക്ഷകർത്തൃത്വം അറ്റാച്ച്മെൻറ്റ് പേരൻറ്റിംഗ്. കുട്ടിയുടെ ആഗ്രഹങ്ങൾ പരമാവധി സാധിച്ചു കൊടുത്ത് പ്രശ്നങ്ങളൊന്നും അറിയിക്കാതെ വളർത്തുന്ന രീതിക്കാണ് അറ്റാച്ച്മെൻറ്റ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്ന്, നിരീക്ഷണാത്മക പേരൻറ്റിംഗ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പേരൻറ്റിംഗ്. കുട്ടികൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും രഹസ്യമായി നിരീക്ഷിക്കുന്ന രീതിയെയാണ് ഹെലികോപ്റ്റർ പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. നാല്, അനുവാദാത്മക പേരൻറ്റിംഗ് അഥവാ പെർമിസീവ് പേരൻറ്റിംഗ്. കുട്ടികളോട് സൗഹൃദം പുലർത്തി ആവശ്യമായ സ്വാതന്ത്ര്യം നൽകുന്ന രീതിക്കാണ് പെർമിസീവ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. അഞ്ച്, ആധികാരിക മാതൃക അഥവാ അതോറിറ്റേറ്റീവ് പേരൻറ്റിംഗ്. സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ഒരുമിച്ച് നൽകുന്ന രീതിക്കാണ് അതോറിറ്റേറ്റീവ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. ആറ്, ഏകാധിപത്യ മാതൃക അതോറിറ്റേറിയൻ പേരൻറ്റിംഗ്. കർശനമായ അച്ചടക്കം മാത്രം, കുട്ടിയുടെ അഭിപ്രായങ്ങൾക്ക് തെല്ലും വില കൽപ്പിക്കാത്ത രീതി, ഇതിനെയാണ് അതോറിറ്റേറിയൻ പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. ഏഴ്, അമിത ലാളന മാതൃക ഇൻഡൾജൻറ്റ് പേരൻറ്റിംഗ്. ഒട്ടും അച്ചടക്കമില്ലാതെ അമിതമായി കുട്ടികളെ സ്നേഹിച്ച് വളർത്തുന്ന രീതിയാണ് ഇൻഡൾജൻറ്റ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. എട്ട്, അവഗണന മാതൃക നെഗ്ലക്റ്റഡ് പേരൻറ്റിംഗ്. ഒട്ടും അച്ചടക്കവും സ്നേഹവുമില്ലാതെ കുട്ടികളെ തന്നിഷ്ടത്തിന് വിടുന്ന രീതിയെയാണ് നെഗ്ലക്റ്റഡ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഘട്ടങ്ങളിൽ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ കുട്ടികളോടൊപ്പം കളിക്കുക. പക്ഷേ പലപ്പോഴും രക്ഷിതാക്കൾ സമയക്കുറവ് കൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ കുട്ടികളോടൊപ്പം കളിക്കുന്നതിന് താല്പര്യം കാണിക്കാറില്ല. ഒരിക്കൽ ഒരു രക്ഷകർത്താവ് കുട്ടി വളരെ നിർബന്ധിച്ചു, അച്ഛ എൻ്റെ കൂടെ വന്ന് ഒന്ന് ബോൾ കളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ രക്ഷിതാവ് പറഞ്ഞു, മോനെ, എനിക്ക് തീരെ സമയമില്ല. ഞാൻ 1 മണിക്കൂർ പണിയെടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2000-2500 രൂപ വരെ കിട്ടും. അതുകൊണ്ട് മോൻ ചെന്ന് ഒറ്റയ്ക്ക് കളിക്കൂ എന്ന് പറഞ്ഞ് കുട്ടിയെ നിരാശനാക്കി പറഞ്ഞു വിട്ടു. കുട്ടിക്ക് കിട്ടിയ ചെറിയ ചെറിയ പൈസകൾ
ഗിഫ്റ്റായിട്ട് കിട്ടുന്ന പൈസകളൊക്കെ ഒരു കുടുക്കയിൽ സൂക്ഷിച്ച് കുട്ടിയുടെ കയ്യിൽ 2000 രൂപ ആയപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അച്ഛാ, എൻ്റെ കയ്യിൽ 2000 രൂപയുണ്ട്, അച്ഛൻ 1 മണിക്കൂർ എൻ്റെ കൂടെ വന്ന് കളിക്കൂ എന്ന് അഭ്യർത്ഥിച്ചു. ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, മറ്റു കുട്ടികളോടൊപ്പം നമ്മുടെ കുട്ടികളെയും കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അതിലൂടെ കുട്ടികൾ ടീം സ്പിരിറ്റ്, സഹകരണം ഇതൊക്കെ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നു. സ്ഥിരതയുള്ള അച്ചടക്ക രീതികൾ അവലംബിക്കാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുക. വ്യക്തമായ നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് നൽകുക. ദിവസേന നിശ്ചിത സമയം കുട്ടിക്ക് പുസ്തകം വായിച്ച് കേൾപ്പിക്കുക. പൂർണ്ണമായ വാചകങ്ങളിൽ സംസാരിക്കുവാൻ കുട്ടിയെ പ്രാപ്തനാക്കുക. വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ കുട്ടിയെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വ ബോധം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക.